ഈശോ മിശിഹായ്ക്ക് നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അല്പം ധ്യാനിക്കാൻ പോകുന്നത് ഒരു ആന്തരിക സൗഖ്യ മേഖലയെക്കുറിച്ച്. നമ്മൾ ദൈവമനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് എങ്ങനെയാണ്? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. പക്ഷേ മനുഷ്യൻ പെരുമാറുന്ന എങ്ങനെയാണ്? മനുഷ്യൻ പെരുമാറുന്ന എങ്ങനെയാണ്? ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ അവൻ്റെ പെരുമാറ്റം ആരുടെ രീതിയിലാണ്? സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ, മുറിവേറ്റ മൃഗം പോകുന്നിടത്തെല്ലാം അവൻ കണ്ണിൽ കാണുന്നവരെല്ലാം കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് പോകും. സത്യമല്ലേ? ഒരു കാട്ടുപന്നി ഒന്ന് വെടിവെച്ച് അവൻ പോകുന്ന വഴിയെല്ലാം തകർത്തിട്ടേ പോകത്തുള്ളൂ, ആരെ കണ്ടാലും. ഇല്ലേ? ഒരു പേ പിടിച്ച പട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണുന്നവനെല്ലാം കടിച്ചിട്ടേ പോകത്തുള്ളൂ. ഇതുപോലെയാണ് ഓരോ മനുഷ്യനും. നമ്മളിലെല്ലാം ഇതുണ്ട്. ഈ ഓരോ മനുഷ്യനും അവൻ എവിടെ വസിച്ചാലും, ഏത് ജോലി ചെയ്താലും, എവിടെയൊക്കെ നടന്നു പോയാലും, എവിടേക്ക് ആയാലും അവൻ്റെ മുറിവ് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുത്തിട്ടേ അവൻ. സത്യമാണോ? ഇതിൽ നിന്ന് ഒരു മോചനം വേണ്ടേ? ആദ്യമേ ഒരു രോഗി എന്താ ചെയ്യുന്നത്? ഒരു രോഗിയാണെന്ന് മനസ്സിലാവുമ്പോൾ അവൻ ഒരാശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുന്നു. ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന മരുന്ന് യഥാസമയം കഴിച്ച്, കൃത്യതയോടുകൂടി കഴിച്ച്, അതിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് വിടുതൽ നേടുന്നു. എങ്കിൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് പരിപൂർണമായി വിടുതൽ സംഭവിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഒരു 3/4 മണിക്കൂറുണ്ട്, 11:15 വരെയുണ്ട്. ഈ 3/4 മണിക്കൂറിൽ നിന്ന് നമ്മളൊന്ന് ഷോർട്ടായിട്ട്, ടെമ്പററി ആയിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ട്, ഹീലിംഗ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയുക. നമുക്കറിയാം, ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന 3 തലത്തിലുണ്ട്. ഒന്ന് ശരീരം, മനസ്സ്, ആത്മാവ്. അല്ലേ? ആണല്ലോ? ശരീരം, മനസ്സ്, ആത്മാവ്. ഇതിലേതാണ് ഏറ്റവും വേണ്ടപ്പെട്ടത്? ശരീരമാണോ, മനസ്സാണോ, ആത്മാവാണോ? ആത്മാവ്. അല്ലേ? അതായത് 1-ാം സ്ഥാനം ഏതൊരു ദൈവ മനുഷ്യന് ആത്മാവിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറുന്നത്. നമുക്കറിയാം, ഒത്തിരി പേരെ കാണാൻ നമ്മളുണ്ട്. അല്ലേ? നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ ആത്മീയ മനുഷ്യരെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മാവിന് വേണ്ട ഭക്ഷണം കൊടുത്തുകൊണ്ട്, അവൻ ആത്മാവിനെ വളർത്തി ശരീരത്തെ നിഗനിച്ചുകൊണ്ട് അവൻ്റേതായ ജീവിത രീതിയിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ഒരവസ്ഥയാണ് അവൻ ആത്മാവിന് വേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണം? കൂദാശകൾ, അല്ലേ? പ്രാർത്ഥനകൾ, വചനം, ഇതെല്ലാം നിരന്തരം സ്വീകരിച്ചുകൊണ്ട് അവനെ തന്നെ വിശുദ്ധീകരിച്ച് അവൻ ആരുടേതായിട്ട് മാറുക? ഈശോയുടെ തമ്മട്ട് മാറുക. എന്നാൽ നേരെ തിരിച്ച് മറ്റൊരു സമൂഹമുണ്ട്. ലോകത്തിൻ്റേതായ സുഖ സൗകര്യങ്ങളിലൂടെ നടന്നു നീങ്ങിക്കൊണ്ട് അവന് ലോക സുഖങ്ങളാണ് 1-ാം സ്ഥാനം. ഭക്ഷണം, ലോകസുഖങ്ങൾ, കാഴ്ചയ്ക്ക് ഉതകുന്നതായ സകലതും അവൻ അതിൻ്റെ പിന്നാലെയാണ് ഓടുന്നത്. അങ്ങനെയുള്ള മനുഷ്യന് ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? ഇല്ല. തിരിച്ചറിഞ്ഞോണം. ഈ 2 പേരുമാണ്. ഈ ആത്മാവിൻ്റെ മനുഷ്യൻ, അല്ലേ? ഭൗതിക മനുഷ്യനോട്, ശരീരത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനോട് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. ഈ കാലഘട്ടത്തിൽ ഞാൻ പറയാം, ഈ കാലഘട്ടത്തിൽ അടി കിട്ടും, മാറ്റമൊന്നുമില്ല. എന്നാൽ ഒരു ഭൗതിക മനുഷ്യനോട്, അല്ലേ, അവന് ഭൗതിക കാര്യത്തെപ്പറ്റി പറഞ്ഞാലോ, ഒരു കുടിയനോട് എടാ നമുക്കിവിടെ പോകാടാ കുടിക്കാം എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷത്തോടെ ഓടി വരും. എന്നാൽ ഒരു കുടിയനോട് എടാ ഇങ്ങനെ നടന്നാൽ മതിയോ, നിനക്ക് ഒന്ന് നന്നാകണ്ടേ, അല്ലേ, കുടുംബത്തെ ഒന്ന് നന്നാക്കണ്ടേ, ഒന്ന് ശുദ്ധീകരിക്കണ്ടേ, നമുക്കൊരു ധ്യാനമൊക്കെ കൂടാമെന്ന് പറഞ്ഞ് അച്ഛൻ തുടങ്ങി പണി, അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ലെങ്കിൽ ഭാര്യ തുടങ്ങി പണി, ഇങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ ഇതാണ് രണ്ടിൻ്റെയും തമ്മിൽ വ്യത്യാസം. നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാരണമാണ്. അതുകൊണ്ട് ആത്മാവിന് കൊടുക്കേണ്ടതായ വിശുദ്ധ ബലി,
കൂദാശകൾ ഇവ നിരന്തരം സ്വീകരിച്ചുകൊണ്ട് ഒരു മകൻ ഒരു മകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവൻ ആത്മാവിന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ 6:63 നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, അല്ലേ? ഒന്ന് ഓർത്ത് വയ്ക്കേ, അല്ലേ? എന്തുകൊണ്ടായി മനുഷ്യൻ ഈ ശരീരത്തിന് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? എന്തിനാ കഷ്ടപ്പെടുന്നത്? ഇത് ആർക്കുള്ളതാണ് ഈ ശരീരം? 150 കിലോ ഉള്ളവനാണേലും 10 കിലോ ഉള്ളവനാണേലും മരിച്ചു കഴിഞ്ഞാൽ ആർക്കുള്ളതാണ്? പുഴുവിന്. പുഴു അല്ലേ? 150 കിലോ ഉള്ളവനെ കുറേ കാലം തിന്നാൻ ആർക്കുണ്ട്? പുഴുവിനുണ്ട്. 10 കിലോ ഉള്ളവനെ പെട്ടെന്ന് തന്നെ. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ നശിച്ചു പോകാത്ത ഒരു ആത്മാവിനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നശിച്ചു പോകാത്ത ഒന്ന് ആത്മാവാണെങ്കിൽ ഈ ആത്മാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ, അല്ലേ? ഒരു 100-ൽ എത്ര ശതമാനമുണ്ട് ഈ ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിമ്പിളായിട്ട് ഞാൻ പറയാം. ആത്മാവിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെ കണ്ടാൽ അറിയാം, അവനിങ്ങനെ സൂക്ഷിച്ച് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ? ആത്മാവിന് വേണ്ടി ജീവിക്കുമ്പോൾ ത്യാഗങ്ങൾ, പരിത്യാഗങ്ങൾ, പ്രാർത്ഥന, ഉപവാസം ഇതൊക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം കൂടുതൽ കർത്താവിനെ കണ്ടുമുട്ടണമെങ്കിൽ, ഈശോയുടെ കൂടെ ആയിരിക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ സാധ്യമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. എന്തിനേറെ നോക്കുന്നു, നമ്മുടെ പിതാവുണ്ട് അവിടെ, അല്ലേ? ആ മലമുകളിലിരിക്കുന്ന പിതാവുണ്ട്. ആ പിതാവ് ഇപ്പം എങ്ങനെയുണ്ട്? പണ്ട് വന്ന് അങ്ങനെ തന്നെ, ഇന്നും ഇങ്ങനെ തന്നെ. എന്തിയെ? ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ആത്മീയമായിട്ട് വളരാൻ ഒതുക്കുന്ന ആ പിതാവ്, ഇല്ലേ? നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ്. ഈ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടും നമ്മളിലുള്ള മുറിവുണക്കിക്കൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവിക മനുഷ്യനായിട്ട് മാറുവാനായിട്ടും സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കൂടെ കിടക്കുന്ന ഭാര്യയും കൂടെ കിടക്കുന്ന ഭർത്താവും എപ്പോഴാണ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത് വൈദികരുടെ ഇടയിൽ പോലും അങ്ങനെ തന്നെയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമായത്. ഇവിടെ എന്താണ്? ഇവിടെയൊക്കെ ഇതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കണമെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉയരണം. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറയാതെ നിശബ്ദമായിട്ട് ഈ ഉള്ളവൻ്റെ മുമ്പിൽ കുത്തിയിരുന്നാൽ ഇതൊക്കെ സാധ്യമാണെന്ന് ഈശോ തെളിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള കുറവുകൾ എന്തെന്ന് കണ്ടുപിടിച്ചിട്ട്, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ എന്തെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പരിപൂർണമായിട്ട് മാറ്റുവാനായിട്ടാണ് ഈശോ പറയുന്നത്. ഇനി ഹെബ്രായർക്കാരുടെ ലേഖനം 13-ാം അധ്യായം 9-10 വായിച്ചു നോക്കാം. ഹെബ്രായർ 13-ാം അധ്യായം 9-10. ഓക്കെ. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഓക്കെ. എന്താണ്? ഭക്ഷണം കഴിക്കുന്നവന് ഒരു പ്രയോജനവുമില്ല. പ്രയോജനം എവിടുന്നാണ് കിട്ടുന്നത്? ഈ ബലിപീഠത്തിൽ നിന്ന്. മനസ്സിലായോ? ഈ ബലിപീഠത്തിൽ നിന്ന് നമ്മൾ കൃപകൾ നേടിയെടുത്താൽ മാത്രമേ ആത്മീയ മനുഷ്യനായിട്ട് മാറുവാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഞാൻ ചെറിയ വ്യക്തികളെ കണ്ട ആത്മാരെ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ബലിക്ക് വേണ്ടി എത്ര കിലോമീറ്റർ ഓടുവാനും, ഞങ്ങൾക്ക് പിന്നെ താമസിക്കുന്നിടത്ത് പക്ഷെ അങ്ങോട്ട് കയറാൻ മാത്രമാണ് ഞങ്ങൾക്ക് പ്രശ്നം, ഇല്ലേ? ആത്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബലിപീഠം, കൃപ ഒഴുകുന്ന ബലിപീഠം കണ്ടെത്തുവാനായിട്ട് ഓടണം. മഴയാണേലും വെയിലാണേലും ആ ഒരു ആഗ്രഹം, ഉള്ളിലുള്ള ആഗ്രഹം ജനിച്ചാലേ ഈ കൃപ സ്വീകരിക്കുന്ന ബലിപീഠത്തിലേക്ക് ഓടാൻ പറ്റത്തുള്ളൂ. ശുശ്രൂഷ ചെയ്യുന്ന മക്കൾ,
സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന മക്കൾ ഞാൻ എറണാകുളത്തൊക്കെ ഉള്ളപ്പോൾ കണ്ടതാണ്. അവർ ഇതിനു വേണ്ടി ഒരു ബലി നഷ്ടപ്പെട്ടാൽ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് രാത്രിയിലാണേലും വന്ന് ചോദിക്കും, അച്ഛാ എനിക്ക് ഇന്ന് ബലിയർപ്പിക്കാൻ പറ്റിയില്ല, അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയില്ല, ശക്തിപ്പെടാൻ പറ്റിയില്ല, രാവിലെ തൊട്ട് ഷൂട്ടിംഗ് ആയിരുന്നു, അതുകൊണ്ട് അച്ഛാ സമയമുണ്ടെങ്കിൽ സാഹചര്യമുണ്ടെങ്കിൽ ഒരു ബലി അർപ്പിച്ച് തരാമോ, ഒരു ബലി അർപ്പിച്ച് തരാമോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ ആഗ്രഹിച്ച് കൃപയാൽ വളരുന്ന അനേകരുണ്ട്. നമ്മൾ ഫീൽഡ് ഏതെന്നല്ല നോക്കേണ്ടത്, നാം ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല. ഒരു വൈദികനായാലും ഒരു സിസ്റ്റർ ആയാലും ഒരു ആത്മാവിനായാലും എന്തുണ്ടാകണം? ഈ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീഷ്ണത വേണം. എന്തിനാ? കൃപ കൊണ്ട് നിറയാൻ, ഈശോയെ സ്വീകരിക്കാനായിട്ടൊരു ആഗ്രഹമുണ്ടാകണം. ഈ ആഗ്രഹം ഉണ്ടായെങ്കിൽ നമുക്കതിനു വേണ്ടി ഓടാനുള്ള ഒരു കരുത്ത് കൃപ ലഭിക്കത്തുള്ളൂ. ഈ കൃപ ലഭിക്കുന്ന സ്ഥലമാണ് ഈ അൾത്താര ബലിപീഠം. അതുകൊണ്ടാണ് ബലിപീഠത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു മകനും ഒരു മകളും ഒരു വൈദികരും ഒരു സിസ്റ്ററും ഒരിക്കലും തളർന്നു പോകത്തില്ല, ഒരിക്കലും തളർന്നു പോകത്തില്ല. നമ്മളിന്ന് ഭയപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ ഭയപ്പെടുന്ന അനേകം മക്കളുണ്ട്. അങ്ങോട്ടിറങ്ങിയ പ്രശ്നം, ഇങ്ങോട്ടിറങ്ങിയ പ്രശ്നം, ഇത് കണ്ട പ്രശ്നം, ഇത് കണ്ട പ്രശ്നം. അതൊന്നുമല്ലെന്നേ. ദൈവം നമ്മളെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സംരക്ഷണം ദൈവം ഒരുക്കും. അത് നമ്മൾ തിരിച്ചറിഞ്ഞോണം. അത് നമ്മൾ എവിടെ പോയാലും എങ്ങനെ പോയാലും എന്ത് ചെയ്താലും അവിടെ ദൈവം തൻ്റെ ഉള്ളംകൈയിൽ നമ്മളെ കൊണ്ടു നടന്നിരിക്കും. ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാനായിട്ട് വേണ്ട കൃപകളൊക്കെ നമ്മളിലേക്ക് നിറച്ചു തന്നിരിക്കും. നമ്മളതാ കണ്ടെത്തേണ്ടതും ജീവിക്കേണ്ടതുമായ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് ഈശോ പറയുകയാണ്, എന്താ വീണ്ടും പറയുന്നത്? റോമ 8:7-8 എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഓർത്തു വയ്ക്കുകയും, റോമ 8:7-8 അല്ലേ? മനുഷ്യൻ ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. യെസ്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെതായ വഴിയെ, ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് പിന്നെ പുറകെ ഓടുന്ന ഒരു മകനും ഒരു മകൾക്കും ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തില്ല. രാവിലെ ഗുഡ് ന്യൂസിലെ ഒരു ചെറിയൊരു ടോക്ക് ഞാൻ കേൾക്കുകയായിരുന്നു. അതായത് വിദേശത്തൊക്കെ പോയി ജീവിച്ച ഒരു മകളുടെ വസ്ത്രദാനത്തെ പറ്റി. അവൾ പരീക്ഷ എഴുതിയിട്ട് ജയിക്കുന്നില്ല. എന്താ? അപ്പോൾ അതിനകത്ത് പറയുകയാണ്, സ്വന്തം അമ്മ പറയുക, ഇവിടെ ഏതാ ഈ രീതി അമ്മയ്ക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞാലോ പ്രശ്നമാണ്. അതിനെന്താ? എൻ്റെ ഇഷ്ടം. എന്നാൽ വചനം വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ, വചനത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മകൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അത് മനസ്സിലാക്കി കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് മാറ്റം വരുത്തി വീണ്ടും പരീക്ഷ എഴുതി ഇപ്പോൾ വിജയിച്ചു. നമ്മൾ ഓർക്കേണ്ടത് ഒരു സത്യം ഇത് തന്നെയാണ്. ഇപ്പോൾ അഹങ്കാരം, എനിക്കെല്ലാം സാധിക്കുമെന്നുള്ള ഒരു അഹങ്കാരമുള്ള മനുഷ്യനും ഇതുപോലെ തന്നെയാണ്. ആ മകളെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പം ഇങ്ങനൊരു തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ജഡിക താല്പര്യങ്ങളനുസരിച്ച് അഹങ്കാരത്തിൽ ജീവിക്കുന്ന മകൾക്ക് ചിലപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ സാധിക്കാതെ വരും. ഞാൻ ഓർക്കുന്നത്, കൊട്ടാരക്കരയിൽ ഒരു മകൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അവൾ OIT എഴുതിയിട്ട് ജയിക്കുന്നില്ല. അപ്പോൾ എന്നും അമ്മയുടെ അവിടെ ഗ്രോട്ടയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു ദിവസം അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിലെ പോയപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി മോളെ? അച്ഛാ, ഒരു വിഷയത്തിൽ ഒരു മാർക്കിന് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അഹങ്കാരമാണ്. കാരണം നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാ, ഞാൻ ഇതുവരെയും തോറ്റിട്ടില്ല എന്നവൾ പറഞ്ഞത്. ഞാൻ ഇതുവരെയും തോറ്റിട്ടില്ല, അഹങ്കാരം, എനിക്ക് സാധിക്കും. ഇതുപോലെ ഒത്തിരി പിള്ളേരുണ്ട്. പക്ഷേ അന്ന് എളിമപ്പെട്ട് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് കൊടുത്തപ്പോൾ ഞാനല്ല
ഇനി ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നത് എന്നൊരു ബോധ്യത്തോടെ എളിമപ്പെട്ട് നല്ല കുമ്പസാരം നടത്തി പരീക്ഷ എഴുതിയപ്പോൾ ഈ മകൾ ജയിച്ചു. ഇതുപോലെ ഒത്തിരി കേസുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഈശോ പറയുന്നത് ഇത് മാത്രമാണ്, എളിമപ്പെടണം, ലോകത്തിൻ്റെ വഴി മാറണം. ഈശോയ്ക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാനും നമ്മളെ നയിക്കാനും നമ്മളെ ഉയർത്താനും സാധിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അല്ലേ, ഈ ലോകത്തിൻ്റെ വഴിയെ നടക്കുന്ന മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എവിടെയാണെന്നറിയാമോ? ദേവാലയത്തിലല്ല, എവിടെയാ? ആശുപത്രിയിലാണ്. ആശുപത്രിക്കാർക്കിപ്പോൾ കോളാണ് അല്ലേ? എല്ലാ ദിവസവും രാവിലെ 8 മണിയാകുമ്പോൾ ഒന്ന് പോയി ആശുപത്രിയിൽ പോയി നോക്കിയാൽ മതി. എന്താണ് അവിടെ മുഴുവനും വണ്ടി കൊണ്ട് നിറഞ്ഞിരിക്കുക, ഉച്ചവരെയും വൈകുന്നേരം വരെയും. ഡോക്ടർമാർക്ക് സമയം പോലും കിട്ടുന്നില്ല രോഗികളെ നോക്കുവാൻ. അതുപോലെയാണ് നമ്മൾ വചനത്തിലൂടെ നോക്കിപ്പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ശാരീരിക പ്രശ്നം, രോഗപീഠ വരുമ്പോൾ ഈശോ എന്താ ചെയ്തത് ഇല്ലേ? ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 18-26 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു കാര്യം. തളർവാദ രോഗി ഇല്ലേ, അവൻ്റെ ശരീരം തളർന്നു പോയി. ഈ തളർന്നു പോയ രോഗിയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈശോ ആദ്യം ചെയ്തതെന്താ? അവൻ്റെ പാപങ്ങൾ മോചിച്ചു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവിക മനുഷ്യനായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന പാപത്തിൻ്റെ വാസനകൾ, ലോകത്തിൻ്റെ വാസനകൾ നമ്മളെ രോഗിയാക്കി മാറ്റുകയാണ്. ചില മക്കൾ എന്തേരെയായാലും രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തില്ല. എന്നാൽ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ചില മക്കൾ ഈ മാറാ രോഗവുമായിട്ട് കിടക്കുന്നവർക്ക് നമ്മൾ പറയാറുണ്ട് രോഗിലേപനം കൊടുക്കുക. ആൾക്കാർക്കിപ്പം പേടിയാ രോഗിലേപനം എന്ന് കേട്ടാൽ. അത് രോഗിലേപനം തന്നെ കേട്ടോ, അന്തികുദാശയൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണം. അറിവുള്ള ആൾക്കാർ, വ്യക്തികൾ ഇടയ്ക്കിടയ്ക്ക് ഈ രോഗിലേപനം സ്വീകരിക്കാറുണ്ട്. എന്തിനാ? പരിപൂർണമായ സൗഖ്യം. കാരണം നമുക്കറിയാം, പാപം ചെയ്തവൻ പാപത്തിന് അടിമയാവും. ചില പാപങ്ങൾ എടുത്തു പറയാതിരിക്കുമ്പോൾ അത് ആ മകനെ മകളെ രോഗി ആക്കി കളയും. അതുകൊണ്ടാണ് ഈ ആത്മാവിൻ്റെ പാപം മൂലം ശരീരത്തിൽ രോഗപീഠയുണ്ടാകുന്ന. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നത് എന്താ? ഈ തളർവാദിക്ക് രോഗിക്ക് ഈശോ ആദ്യമേ കൊടുത്തെന്താ? പാപമോചനം. ധ്യാനകേന്ദ്രത്തിൽ വരുമ്പോഴും ആദ്യം ഒരുക്കുന്നത് എന്തിനാ? കുമ്പസാരത്തിനാ അല്ലേ? കുമ്പസാരത്തിന് ഒരുക്കി നന്നായിട്ടൊരു കുമ്പസാരം കഴിയുമ്പോൾ തലമുറയായിട്ട് കടന്നു വന്നിരിക്കുന്ന പാപക്കെട്ടുകൾ, ശാപക്കെട്ടുകൾ, രോഗക്കെട്ടുകൾ, അതോടൊപ്പം നമ്മുടെ പാപത്തിൻ്റെ പരിമാണമായിട്ട് വന്നിരിക്കുന്ന ചില രോഗത്തിൻ്റെ പീഡകൾ, അതെല്ലാം അടുത്ത ആരാധനയിൽ വിട്ടുപോകുന്നത് കാണാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ രോഗങ്ങൾ പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൂദാശയാണ് ഏത്? കുമ്പസാരമെന്ന കൂദാശം. വീണ്ടും ഓർത്തു വയ്ക്ക്, ആ പാപം അത് അവനെ ഓടുക അല്ലേ? പാപങ്ങൾ ക്ഷമിക്കപ്പെടിക്കുന്നെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ട് പോകുന്നുണ്ട്. സങ്കീർത്തനം 32 1, 3, 5 വചനം നോക്കി. സങ്കീർത്തനം 32, സങ്കീർത്തനം 32 1, 3, 5 അല്ലേ? അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവും പകലും എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. ഇതാണ് നമ്മൾ ഓരോരുത്തരും നല്ലൊരു കുമ്പസാരം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആശ്വാസം ലഭിക്കുക. ഞാൻ ഒരു സത്യം പറയാം. അതായത് ഈ കുമ്പസാരം കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയാമല്ലോ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. കുമ്പസാരത്തിന് മുമ്പ് ഇവിടെ ഇരിക്കുന്നവരും കുമ്പസാരം കഴിഞ്ഞിരിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു പ്രകാശം എവിടെ? ആ മുഖത്ത് അല്ലേ?
മുഖത്തൊരു പ്രകാശം, ഒരു കൃപ ജ്വലിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? നമ്മൾ ചിലരെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കും. എന്തിയേ? അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാത്തതുകൊണ്ടാണ്, അല്ലേ? ശരിയല്ലേ? അതായത് അല്പം വെറുപ്പോ അല്പം ദേഷ്യമോ അല്പം അസ്വസ്ഥകളൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ചിരിക്കാനേ പറ്റത്തില്ല. ഞാൻ ഇന്നലെ ക്ലാസ്സിലേക്ക് അവിടെ പോയപ്പോൾ ഞാൻ അവിടുത്തെ ആരോട് പറഞ്ഞു, എൻ്റെ ചേച്ചിമാരെ ഒന്ന് ചിരിക്കുക, ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ കുമ്പസാര സഹായി അറിയാൻ മേലാത്തതുകൊണ്ട് കുമ്പസാര സഹായി അടിച്ചു കൊണ്ടുപോയി കൊടുത്തു. ഒരു പ്രിൻ്റ് എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തു 1 മാസം മുമ്പ്. എന്നിട്ട് ഇന്നലെ ചോദിച്ചു, ഈ 1 മാസത്തിൽ ഇത് എടുത്തുകൊണ്ട് പോയി കുമ്പസാരിച്ചവർ എത്ര പേരുണ്ട്? 3 പേര്. അത്രയും പേരിൽ 10-70 പേര് വന്നതിൽ 3 പേര് ഒരു നല്ല കുമ്പസാരം നടത്തിയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വാട്സപ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സിസ്റ്റർ ചിരിച്ചുകൊണ്ട് മരിക്കുന്നത്, അല്ലേ? ആത്മാവിലെ ആനന്ദമാണ് മുഖത്തെ പുഞ്ചിരി. ഒരു വ്യക്തിയെ നോക്കി ചിരിക്കണമെങ്കിൽ, ശത്രുവിനെ നോക്കി ചിരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകണം? കൃപ വേണം. കൃപ, അല്ലേ? എന്നെ മുറിപ്പെടുത്തവൻ്റെ നേരെ നോക്കി ചിരിക്കണമെങ്കിൽ, അവനെ സ്നേഹത്തോടെ കൊണ്ടു നടക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കൃപ വേണം. അതുകൊണ്ട് ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഈശോ പറയുന്നുണ്ട്, ഇനി ഞാൻ പെട്ടെന്ന് എടുക്കണ്ട, യെശയ്യാ 1:18 പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. എന്തിയേ? നിൻ്റെ പാപം എത്ര കടും ചെമപ്പാണെങ്കിലും അത് കമ്പിളി പോലെ വെളുക്കും. വേറെ ഒന്നുമല്ല, ഈശോടൊന്ന് രമ്യപ്പെടുന്നത്. വീട് മത്തായി 1:21 പറയുന്നുണ്ട്, യേശു വന്നത് ജനത്തെ തൻ്റെ സകല പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഈശോ വന്നതും ഈശോ നമ്മളെ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്നതും നമ്മളിൽ ഈശോ ആദ്യം തന്ന ആ സായം സദൃശ്യം വീണ്ടും ഒന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൻ്റെ വഴിയെ സാത്താൻ നമ്മളെ കൊണ്ടുപോയപ്പോൾ ആ ലോകത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങി വീണ്ടും പാപത്തിന് അടിമപ്പെട്ട് നിരാശ പൂണ്ട് ദൈവത്തിൻ്റെ മുഖത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും മാറി നടക്കുന്ന നമ്മളെ വീണ്ടും അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കുമ്പസാരം എന്ന കൂദാശ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, 2 സാമുവേൽ 12:1-13 വരെ, അല്ലേ? ദാവീദ് പാപം ചെയ്തപ്പോൾ അവനെ കുറ്റപ്പെടുത്തുന്ന ഒരാളുണ്ട്. ആരാ? നാഥാൻ കുറ്റപ്പെടുത്തിയപ്പോൾ അവനൊന്ന് മനസ്സിലായി. അവൻ കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞപ്പോൾ അവൻ്റെ പ്രശ്നം തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ആവന പറഞ്ഞു, ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ദാവീദിനെ കുറിച്ച് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ, നമ്മളിൽ ഒരാൾ പാപം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട്, പാപത്തിൽ വീണ് എന്നതുകൊണ്ട് ഒരിക്കലും ദൈവസ്ഥലത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അവിടുന്ന് രക്ഷപ്പെടുന്നപ്പോഴാ ഏറ്റുപറഞ്ഞ് ഈശോയിലേക്ക് വരുമ്പോഴാണ്. അതിനു വേണ്ടിയിട്ട് ആരുടെ അടുത്ത് ഏറ്റുപറയേണ്ടത്? നേരിട്ട് പറഞ്ഞാൽ മതിയോ? അനേകം പേര് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്, എന്തിനാ ഏറ്റുപറയുന്നത്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 21-23 പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ ആ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും, അല്ലേ? നിങ്ങൾ ഓർത്തുകൊള്ളണം, എത്ര വലിയ കൊട്ടിയ പാപിയാണെങ്കിലും ഒരു വൈദികൻ ഒരാശീർവാദം തരുമ്പോൾ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഐ അബ്സോൾവ് യുവർ സിൻസ് എന്ന് പറഞ്ഞാൽ ആ പാപങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. മരണത്തിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് വരെയും ഒരു വൈദികന് ഇത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. നരകത്തിലേക്ക് പോകുന്ന ഒരു ആത്മാവിനെ ശുദ്ധീകരണത്തിലേക്ക് തള്ളിവിടാനായിട്ട് കഴിവുള്ളവനാ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. അതിലാണ്. അതുകൊണ്ടാണ് ഒരു വൈദികനോട് ഏറ്റുപറഞ്ഞ് ഒരു വൈദികൻ പാപം ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അത് ക്ഷമിക്കപ്പെടുന്ന കടമുണ്ടെങ്കിലും ആ കടം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നല്ല പ്രവൃത്തിയിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ മാത്രമല്ല, പാപ പ്രായശ്ചിത്തങ്ങളിലൂടെ നമ്മൾ അത് പരിപൂർണമായിട്ട് നിറവേറ്റണം. അതിനാണ് നിങ്ങൾ ഓർത്തു നോക്കിയാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം 100 വയസ്സിൻ്റെ ആഘോഷത്തിനായിട്ട് പള്ളിക്ക് എനിക്ക് പൗരോഹിത്യം നൽകിയ പള്ളിക്കപ്പുറമ്പ് പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പിതാവ് നല്ല ഉഷാറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുക, അച്ഛാ അന്ന് ആരും അല്ലായിരുന്നു, ഞാൻ തന്നെയുള്ളായിരുന്നു. അപ്പോൾ 1/2 മണിക്കൂർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ
80 തൊട്ട് 100 വരെയുള്ള വയസ്സ് പാപപരിഹാര വർഷമാണ്. എന്താ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന 80 കഴിഞ്ഞവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. വേറെ ഒന്നിനും വേണ്ടിയിട്ടുള്ളതല്ല, കുറ്റം പറയാനുള്ളതല്ല, അല്ലേ? എന്തിനുള്ളതാ? പാപപരിഹാരത്തിനുള്ള സമയമാണ്. ദൈവം തന്നിരിക്കുന്ന ഒരു അത്ഭുത സമയം അത്. നമുക്ക് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ, സഭയുടെ പാപത്തിന് പരിഹാരം, സഭാമക്കളുടെ പാപത്തിന് പരിഹാരം ചെയ്യുവാനായിട്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക അച്ഛനാണ് പറഞ്ഞത്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇത് തന്നെയാണ്. ദൈവം നീട്ടി നമുക്ക് സമയം തരുന്നുണ്ടെങ്കിൽ ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാപത്തിന് പരിഹാരം ചെയ്തിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് പോകാതെ അത്രമാത്രം ശക്തമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മൾ ഓർക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിലെ പാപം ശുദ്ധീകരിച്ചില്ലെങ്കിൽ, ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ശുദ്ധീകരിച്ചില്ലെങ്കിൽ, എടുത്തു മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-20 ഒന്ന് വായിച്ചു നോക്കാം. അതായത് എന്തേ? ഞാൻ എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ, ആ ഓർമ്മ കൈപ്പേറിയ, നമ്മൾ ഓർത്ത് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു പാപം എടുത്തു പറയാതെ ഇരിക്കുമ്പോൾ സ്വസ്ഥതയുണ്ടോ? ഉണ്ടോ? സത്യം പറഞ്ഞാൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ നീറി മരിക്കുകയല്ലേ? ആണോ? അല്ലേ? അതെടുത്തു പറഞ്ഞാലോ? പ്രത്യാശ, കർത്താവിനോട് ക്ഷമിച്ചു, കർത്താവിനോട് കാരുണ്യം കാണിക്കുന്നു. ഈ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യം, ആത്മാവിൻ്റെ പാപം, ആത്മാവിൽ നമ്മൾ വരുത്തിവെച്ച പാപങ്ങൾ, നമ്മുടെ രോഗപീഠയിലൂടെ നടത്തിവിടുന്ന കാര്യങ്ങൾ, അത് നമ്മൾ പരിപൂർണമായിട്ട് എടുത്തു മാറ്റി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഇനി ആ 3 കാര്യങ്ങളൊന്ന് ആന്തരിക സൗഖ്യത്തിലേക്കൊന്ന് കിടക്കുകയാണ്. അതിന് മുമ്പ് നമ്മളൊരു പാട്ട് പാടും. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി 3 കാര്യങ്ങൾ പറഞ്ഞ്, അതായത് ആന്തരിക സൗഖ്യത്തിൻ്റെ അടുത്തൊരു മേഖലയാണ്. എന്താണ്? നമ്മുടെ ജീവിതത്തിലേക്ക് 3 തരത്തിലാണ് ഈ കുറവുകൾ കടന്നു വരുന്നത്, മുറിവുകൾ കടന്നു വരുന്നത്. അതിൽ 1 അപ്പനും അമ്മയും ജന്മം നൽകുന്ന അവസ്ഥ, 2 ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോഴുള്ള അവസ്ഥകൾ, 3 ജനിച്ചതിന് ശേഷമുള്ള ജീവിത സാഹചര്യങ്ങൾ. 1 എടുത്തു പറഞ്ഞ്, ഒരമ്മയും അപ്പനും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും അവസ്ഥ, 2 ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ, 3 കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം ആദ്യത്തെ 7 വർഷത്തെ അവസ്ഥ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ പാട്ടിലൂടെ നമുക്കൊന്ന് സുഖമാകാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്ന് കേൾക്കാം.
മറ്റൊന്നു വന്നെന്നിൽ ദുരിതങ്ങളേറുന്നു നാഥാ. എല്ലാം അറിയുന്ന യേശുവേ നീ തരൂ സർവം സഹിക്കുവാൻ ഒരു ഹൃദയം. എല്ലാം അറിയുന്ന യേശുവേ നീ തരൂ സർവം സഹിക്കുവാൻ ഒരു ഹൃദയം. മുറിവുകളെ യേശുവേ മുറിവുകളാ സൗഖ്യമേ. മുറിവുകളെ യേശുവേ മുറിവുകളാ സൗഖ്യമേ. ഹല്ലേലൂയ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു 3 ഘടകങ്ങളിലേക്ക് നമുക്ക് വരാം, ഇരിക്കാം. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് അപ്പനും അമ്മയും ജന്മം കൊടുക്കുന്ന സമയം. നമുക്കറിയാം, ഒരു തെങ്ങ് നട്ടാൽ എന്ത് കിട്ടും? വാഴ നട്ടാൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന അവസ്ഥയിൽ ഒരപ്പനും അമ്മയിലും എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, എന്തൊക്കെ പുണ്യങ്ങളുണ്ടോ, എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ളതുണ്ടോ അതെല്ലാം ആരിലും കാണും. അത് തലമുറയായിട്ട് മക്കളിലേക്കും പകരപ്പെടും. ഹല്ലേലൂയ. മനസ്സിലാക്കിക്കോണം. ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു തരികയാണ്, സമയം കുറവായതുകൊണ്ട് അങ്ങനെ ഇത് പറഞ്ഞു തരികയാണ്. അതായത് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത ഒരപ്പൻ, ആ അപ്പന് ജനിക്കുന്ന മക്കളും എന്തായിരിക്കും? വിശ്വാസം കാണത്തില്ല. മദ്യപിച്ച് ജന്മം കൊടുക്കുന്ന ഒരപ്പന് എങ്ങനെയുള്ള മക്കളെ കിട്ടും? അവനും അതിൽ തീർച്ചയായിട്ടും മദ്യപാനത്തിലേക്കുള്ള ഒരു പ്രവണത അവനിൽ കാണും. ഇത് നഗ്ന സത്യമാണ്. നമുക്കറിയാം ഒത്തിരി പേര് അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി, കൃത്യമായിട്ട് പറയാറുണ്ട്, കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം കുഞ്ഞിന് ജന്മം കൊടുക്കാൻ. യോഹന്നാനം അല്ലേ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും, അല്ലേ, മാംസത്തിൽ ജനിക്കുന്നത് മാംസവുമാണ്. അപ്പോൾ ആത്മീയ മനുഷ്യനായിട്ട് മാറിയാൽ, നല്ല ഒരുക്കത്തോടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്താൽ, പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്താൽ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കിട്ടും? വിശുദ്ധരായ കുഞ്ഞുങ്ങളെ കൊടുക്കും. കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം പറയുകയാണ്, അങ്ങനെ ടോക്കിൻ്റെ ഇടയ്ക്ക് പറയുകയാണ് പെട്ടെന്ന്. അതായത് ഈ ബ്രദറിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. അപ്പം അങ്ങനെ ദേഷ്യക്കാരനും അപ്പനോട് ദേഷ്യപ്പെടാൻ പറ്റിയ തിരിച്ച്. അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പനോടുള്ള ദേഷ്യം കാരണം വീട്ടിൽ കിട്ടുന്ന പാത്രങ്ങളിലെല്ലാം എടുത്തെറിയും, വലിച്ചെറിയും. ഇവൻ വിവാഹം ചെയ്തു. അതേ പ്രായത്തിൽ ആയപ്പോൾ ഇവൻ്റെ മകനും അപ്പൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് കാണിക്കാൻ തുടങ്ങി? പാത്രം എടുത്തെറിയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ടുപിടിച്ചതെന്താ? എൻ്റെ പഴയ സ്വഭാവം ഇപ്പോൾ ആരാ കാണിക്കുന്നത്? ആ തിന്മ ഇപ്പോൾ അതെങ്ങോട്ട് പോയി? 3ാമത്തെ തലമുറയിലേക്ക്, മകനിലേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ്. ഈ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ വിവാഹങ്ങളെ പേടിയെ കെട്ടിക്കാൻ പോകാൻ പോലും ഉള്ള സത്യം പറയുക. കെട്ടിക്കാൻ പോകാൻ പേടിയ. കാരണം കെട്ടിക്കഴിഞ്ഞ പിറ്റേ ദിവസം 1 പറഞ്ഞ് 2 പറഞ്ഞ് അടികൂടി എല്ലാം ഡൈവോഴ്സിൻ്റെ വക്കിലേക്ക് പോവുകയാണ്. അത്രമാത്രം അരാജകത്വമാണ് ഇന്നത്തെ കുടുംബ ജീവിതത്തിലുണ്ടാകുന്നത്. കാരണം ഇന്ന് വിവാഹമെന്ന് പറയുന്നത് ശരിക്കും ഒരു കൂദാശ എന്ന് പറയാം. എന്നാൽ ആ കൂദാശ അനുസൃതമായിട്ടുള്ള ജീവിതം കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെയൊക്കെ മക്കളെ കെടിച്ചു വിട്ടിട്ടില്ലേ? ചോദിക്കുക, ഉണ്ടോ? അവിടെ പ്രാർത്ഥനയുണ്ടോ? ദൈവത്തെ വിളിക്കുന്നുണ്ടോ? ദൈവിക സാന്നിധ്യത്തിൽ ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ, കൂദാശകൾ സ്വീകരിക്കുന്നുണ്ടോ?
ദേവാലയത്തിൽ പോകുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം, ധ്യാനിക്കണം. ഇല്ലെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മുടെ കുറവുണ്ടെങ്കിൽ, മാതാപിതാക്കന്മാരായ നമ്മുടെ കുറവുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന വിശ്വാസക്കുറവുണ്ടെങ്കിൽ, ദേവാലയത്തിൽ പോയി കുദാശോത്സരിക്കുന്ന കുറവുണ്ടെങ്കിൽ അത് മക്കൾക്കൊരു തകർച്ചയ്ക്ക് കാരണം ആകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ബൈബിളിലൂടെ ഒന്ന് പറയാം. 3 പേരെ ഞാൻ എടുത്ത് കാണിക്കുകയാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഇവരുടെ 3 പേരുടെ ഒരു പ്രത്യേക പാപം ഉണ്ടായിരുന്നു. അതെന്താ? നുണ പറച്ചിൽ. ഇല്ലേ? ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തരാം. ഉൽപ്പത്തി 12, 11, 13. എന്ത് ചെയ്യും? അബ്രാഹവും സാറായും കൂടെ പോയപ്പോൾ, അല്ലേ, ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഇതെൻ്റെ ഭാര്യയിൽ എൻ്റെ സഹോദരിയാന്ന് പറഞ്ഞ് ഒരു നുണ പറഞ്ഞു. ശരിയല്ലേ? ഇവിടെയുണ്ട്. ഓക്കെ, വായിക്കേണ്ട കാരണം ചോദിച്ചാൽ സമയം കുറവായതുകൊണ്ട്. ഇനി അടുത്തത് ഇസ്ഹാക്ക്. ഉൽപ്പത്തി 26, 6, 7. ഒന്ന് എടുത്തോളുക, പെട്ടെന്ന് നോക്കിക്കൊള്ളുക. നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഇല്ലേ? ഇസ്ഹാക്കും ഇതുപോലെ തന്നെ ഒരു നുണ പറയുന്നുണ്ട്. ശരിയല്ലേ? എടുത്തു. 26, 6, 7. ഓക്കെ. അന്നാട്ടുകാർ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവളുടെ സഹോദരിയാണെന്ന്, അല്ലേ, അബ്രാഹത്തിൻ്റെ മകനും ഇസ്ഹാക്കും പറഞ്ഞു. ഇനി അടുത്തത് ഉണ്ട് യാക്കോബ്. ഒന്ന് നോക്കിയേ. ഉൽപ്പത്തി 27, 18, 24. ഇല്ലേ? ഉൽപ്പത്തി 27, 18, 24. അവിടെയും ഇല്ലേ, ഇസ്ഹാക്കിന് യാക്കോബ് പറയുന്ന നുണ ആരോടാ പറഞ്ഞത്? അത് സ്വന്തം അപ്പനോടാ. അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 2-3 നുണകളാണ് പറഞ്ഞു കൂട്ടിയത്. അപ്പോൾ ഈ ഒരു തിന്മ തലമുറയായിട്ട് എങ്ങോട്ട് വന്നു? കുടുംബത്തിലേക്ക് വന്നു. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരിക. എന്നാൽ ഇത് മാറ്റിയ ഒരു സംഭവമുണ്ട്. എങ്ങനെയാണ്? ഉൽപ്പത്തി 32, 26, 28. ഈ കെട്ട് അഴിച്ച ഒരു സംഭവമാണ് ഉൽപ്പത്തി 32, 26, 28. അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോയത്. പറയുകയാണ്, ഈ ദുരന്തങ്ങൾ യാക്കോബ് അനുഭവിച്ചപ്പോൾ മൽപ്പിടുത്തം നടക്കുക. തിരിച്ചു വരണം. അവന് വേദനയാ. ഇതിലൂടെ ഉണ്ടാകുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ സഹോദരനെ രമ്യപ്പെടുവാൻ വേണ്ടിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു യുദ്ധമുണ്ടാകുന്നുണ്ട്. അവിടെ പറഞ്ഞെന്താ? ഞാൻ പോകട്ടെ. യാക്കോബ് മറുപറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല. ഇതാണ് ക്രിസ്തീയ മക്കളായ നമ്മളും കർത്താവിനോട് പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കണം. എൻ്റെ ഈശോയെ, എനിക്ക് തലമുറയിലൂടെ വന്നിരിക്കുന്ന ഈ ദുശീലങ്ങളുണ്ട്, ഈ കോപമുണ്ട്, ഈ ദേഷ്യമുണ്ട്, ഈ ഭയമുണ്ട്, ഈ ഉത്കണ്ഠയുണ്ട്. അത് എന്നിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ ഞാൻ ആരുടെ അടുത്തിരിക്കണം? ഈശോയുടെ അടുത്തിരിക്കണം. മൽപ്പിടുത്തം നടത്തിയിട്ട് അതിലൂടെ വന്ന ആ പാപത്തിൻ്റെ കറകൾ, ആ പാപത്തിൻ്റെ വേരുകൾ തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ഇതിൽ നിന്ന് വിടുതൽ നേടണം. ഹല്ലേലൂയ. ചിലരൊക്കെ ഇരുന്ന് പുറകോട്ട് പോവുകയാണോ? അത് നമുക്ക് പിന്നെ പോകാം. ഇപ്പം ശ്രദ്ധിക്കുക. ഇവിടെ അല്ലേ, ഇപ്പം പുറകോട്ട് പോകണ്ട. അത് പുറകോട്ട് പോകാൻ നിങ്ങളിപ്പോൾ ഒന്ന് കേട്ടിട്ട് പിന്നീട് പുറകോട്ട് പോയാൽ മതി. അതായിരിക്കും നല്ലത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുമ്പോൾ നമുക്കറിയാം, ഏറ്റവും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കണം ഏത്? അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാ, അല്ലേ? ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സമയവും അത് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആ സമയത്താണ്. പറയാം സിമ്പിളായിട്ട് ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഓർത്ത് വയ്ക്കേ. ഇവിടെ ചെറുപ്പക്കാരും ഇല്ലേ? ഉണ്ടോ? അല്ലേ? അപ്പോൾ ഓക്കെ, നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് കുടിച്ചിട്ട് വന്ന് വഴക്കടിച്ചാൽ എന്തൊക്കെ നിങ്ങൾക്ക് തോന്നും ചേച്ചി? പെട്ടെന്ന് പറ. ദേഷ്യം ഉണ്ടാകും, സത്യം. പിന്നെ സങ്കടം, ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാകും. ഒരു കരുതലില്ലാത്ത അവസ്ഥ, സ്നേഹം കിട്ടാത്ത അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകുന്നില്ലേ? ഈ ഒരു സമയത്ത് ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ഭാര്യ അനുഭവിക്കേണ്ട ഒരു കരുതലുണ്ട്, ഭർത്താവിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു കരുതലുണ്ട്. ഈ കരുതൽ ലഭിക്കാതെ പോകുമ്പോൾ ഈ ഭാര്യയ്ക്ക് എന്തൊക്കെ മാനസിക പീഡകൾ അവളിലൂടെ കടന്നു പോകുന്നുണ്ടോ അത് ആരിലേക്ക് വരുന്നുണ്ട്? ഈ കുഞ്ഞിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം. എല്ലാ കുടുംബത്തിലും ഇതെല്ലാം നടക്കുന്നേ, അല്ലേ? ആ സമയത്തൊക്കെ എന്തൊക്കെ കാട്ടിക്കുട്ടിയെന്നൊന്ന് ചിന്തിച്ചേ.
എന്തൊക്കെ കാട്ടിക്കൂട്ടിയിടൊന്ന് ചിന്തിച്ചേ അല്ലേ? അപ്പം ഇതൊക്കെ നമ്മൾ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് അറിഞ്ഞില്ലേലും അറിഞ്ഞാലും ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഇത് നിറച്ച് വെച്ചിട്ടുണ്ട്. അമ്മ ഭയപ്പെട്ടതുണ്ടെങ്കിൽ ആ കുഞ്ഞിലും ആ ഭയം കയറിയിരിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നടക്കുന്ന മക്കളാണ് നമ്മളെല്ലാവരും. ആണോ? അതെ അതെ. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഒരു കുഞ്ഞ് ആ കുഞ്ഞ് വന്നപ്പോൾ അതിന് പേടി കാരണം കൊച്ചിനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒലക്ക കാണിച്ചു തന്നത് എന്താ? കെട്ടിയവൻ കുടിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഭാര്യ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ വരരുത് എന്നൊക്കെ പറഞ്ഞ് ചില വഴക്കുണ്ടാക്കിയപ്പോഴത്തേനും കെട്ടിയൻ ഒലക്കയും എടുത്തോണ്ട് ഭാര്യയെ അടിക്കാൻ വരികയാണ്. ഇതാര് കണ്ടു? ഈ കൊച്ചു കുഞ്ഞ്, 2 വയസ്സുള്ള കുഞ്ഞ് കണ്ടു. അവൻ്റെ ഉള്ളിൽ ഇത് നിറച്ചു വെച്ചു. അപ്പോൾ അധ്യാപകർ വടിയെടുത്താൽ പോലും കുഞ്ഞിന് പേടിയാ. കൈ ചൂണ്ടിയ പേടിയാ. അതിൻ്റെ പുറകോട്ട് നോക്കിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെയുള്ള ഒത്തിരി അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന മക്കളായത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതൊക്കെ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിലൂടെയാണ്. നിങ്ങൾ നല്ല കുടുംബത്തിലേക്ക്, പ്രാർത്ഥന ജീവിതമുള്ള, നന്നായിട്ട് ഒരുങ്ങി ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെന്നേ. ഒത്തിരി ഉണ്ടെന്ന് അങ്ങനെയോ, ഒത്തിരി കുടുംബങ്ങളുണ്ട് അങ്ങനെ. എന്ത് സന്തോഷമാണ് കുടുംബങ്ങൾ, മക്കൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നത്. അവരെല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ട്, കുദാശകൾ കൃത്യസമയത്ത് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അനേക തരത്തിലുള്ള, അതായത് അപ്പനോ മമ്മിയോ എന്താണോ കാട്ടിക്കൊടുത്തത്, എന്താണോ ജീവിച്ചത്. ചില മക്കളൊക്കെ ഗർഭിണിയാകുമ്പോൾ തൊട്ട് തീരുന്നതിന് വരെ ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർക്കും. ഈ കുഞ്ഞിലേക്ക് എന്താണെന്നറിയുന്നത്? വചനം. ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് എൻ്റെ ഒരു അകന്ന കസിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും ഈ കൊച്ചിൻ്റെ മുന്നിൽ ഇത് വെച്ചാൽ, മൊബൈൽ വെച്ചാൽ കൊച്ചെടുത്ത് എറിയുക. എന്നാൽ അതിൻ്റെ അനീതിയുണ്ട്. അതിൻ്റെ കൊച്ചോ ഇതെടുത്ത് അത്താ കളി. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ചോദിച്ചു, എന്താടി ഇതൊക്കെ വ്യത്യാസം? എന്നാ പറയുക, അച്ഛൻ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഈ സാധനം ജസ്റ്റ് ഭർത്താവിനെ വിളിക്കാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. മറ്റേതോ എപ്പോഴും അതിനകത്ത് റീലും കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ ഇവള് എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം, ഈ 9 മാസം കൊണ്ട് ഒരു പ്രാവശ്യം മുഴുവനായിട്ട് വചനം വായിച്ചു തീർത്തു. എല്ലാ ദിവസവും വയറ്റത്ത് കൈവച്ച് ലൂക്ക 1:46 മറിയത്തിൻ്റെ സ്തോത്രഗീതം പാടി. അതുകൊണ്ട് എന്ത് ചെയ്യേ, ആ കൊച്ച് ഈശോ മിശിഹായെ സ്തുതിയായിരിക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞാണേലും അങ്ങനെ അങ്ങ് പറയും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? എന്താണോ ശീലിപ്പിക്കുന്നത്, എന്താണോ അമ്മ കുഞ്ഞിനെ കൊടുക്കുന്നത്, അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇനി പാലാരൂപത്തിലൊരു അച്ഛനുണ്ട്. അച്ഛൻ ഏത് ഇടവകയിൽ ചെന്നാലും ചെയ്യുന്നൊരു പണി ഇതാണ്. ഇടവകയിൽ ചെല്ലുമ്പോൾ ആദ്യം പറയും, ഇവിടെ ആരെങ്കിലും അമ്മമാർ ഗർഭിണികളായിട്ടുള്ള ഭാര്യമാരുണ്ടെങ്കിൽ അന്നേരം തന്നെ എന്നെ അറിയിച്ചോണം, ഭർത്താവും ഭാര്യയും കൂടെ ഇവിടെ വന്നോണം. അന്ന് തൊട്ട് ട്രെയിനിങ്ങാണ്. ഈ 9 മാസം ആ കുഞ്ഞിനെ എങ്ങനെ ആത്മീയമായിട്ട് വളർത്താമെന്ന് അച്ഛൻ പഠിപ്പിക്കുക. അച്ഛൻ്റെ ശുശ്രൂഷയാണ്. മനസ്സിലാക്കണം, അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കണം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ വ്യത്യാസം നമ്മൾ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതം കണ്ടാൽ ആ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്, മാംസത്തിൽ നിന്ന് മാംസവും ആത്മാവിൽ നിന്ന് ആത്മാവും. അതുകൊണ്ട് പറ്റാത്തവർ സങ്കടപ്പെടേണ്ട, കർത്താവിനോട് മാപ്പ് ചോദിക്കുക. നമ്മുടെ ലോകത്തിൻ്റെ പ്രവർത്തികൾ മൂലം നമ്മുടെ മക്കളിലേക്ക് ലോകത്തിൻ്റെ അരൂപികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ ഈശോയുടെ തിരുരക്തത്തിന് കഴിയും, അതിലൂടെ മാറ്റപ്പെടുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതെങ്ങനെയാണ്? അമ്മയുടെ വെറുപ്പ്, അമ്മയുടെ ഭയം, ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും. അതെല്ലാം എടുത്ത് മാറ്റണം. ഇനി ജനിച്ചതിന് ശേഷമുള്ള ഒരവസ്ഥയും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താൻ പെട്ടെന്ന്, അല്ലേ? ഒന്ന് ജനിച്ചതിന് ശേഷമുള്ള അവസ്ഥ, ഒന്ന് ഭയം ഞാൻ പറഞ്ഞു, അല്ലേ? ഒലക്ക കൊണ്ടടിക്കുന്ന, അല്ലേ? ആ കാഴ്ച കുഞ്ഞ് കണ്ടപ്പോൾ അമ്മമാരെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ഈ ലോകത്തിൽ കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സമ്പത്തിനും ജോലിക്കും ഒക്കെ കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക. 7 വയസ്സ് വരെ ഒരു കുഞ്ഞിന് കിട്ടുന്നതാണ് ആ കുഞ്ഞ്. 7 വയസ്സ് വരെ ഒരു കൊച്ചിന്
കിട്ടേണ്ടതാണ്, ഒരമ്മയിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിയാലേ നല്ല രീതിയിൽ ആ കുഞ്ഞ് വളരത്തുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ജനിച്ച 1 മാസം മുമ്പേ ഇട്ടിട്ട് പോവാം, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേനും അമ്മയും അമ്മായിമ്മയും ഒരു മമ്മിയും അമ്മായിമ്മയും തമ്മിൽ അടിയാ. എന്തിനാ? അതായത് ഈ കൊച്ചിനെ ജനിച്ച് 1 മാസം ആയപ്പോൾ ഇട്ടിട്ട് പോയതാ. തിരിച്ചു വരുന്നത് 14 വർഷം കഴിഞ്ഞാൽ. ഈ കൊച്ചിനെ വളർത്തിയതാരാ? വല്യമ്മ, അല്ലേ? കൊച്ചിനെ അറിയാവുന്ന ആരെയാ? വല്യമ്മേ. അപ്പോൾ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആരെയാ? ഈ മമ്മി തിരിച്ചു വന്നപ്പോൾ ഈ കൊച്ചിന് മമ്മിയാന്ന് പറഞ്ഞ് ആ മമ്മി വിളിക്കും. പക്ഷേ സ്നേഹമുണ്ടോ? അതിൻ്റെ പേരിൽ അമ്മ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ, അമ്മായിമ്മ പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ ഗുസ്തിയ. അമ്മയുള്ള സ്നേഹം എൻ്റെ അടുത്തേക്ക് വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതായത് ഒരു കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹവും കരുതലും വാത്സല്യവും സ്പർശനവും ഒക്കെ ഒരു കുഞ്ഞിന് കിട്ടിയാലേ ആ കുഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കത്തുള്ളൂ. നമുക്കറിയാം, ഒരു കുഞ്ഞിന് 7 വയസ്സ് വരെ ഒരപ്പനിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ട സ്പർശനവും സ്നേഹവും ഒരു ആൺകൊച്ചിന് അമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കരുതലൊക്കെ കിട്ടിയാൽ അത് വഴിതെറ്റി പോകത്തില്ല. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞ് കിട്ടേണ്ട സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് എന്ത് സംഭവിക്കുന്നു? ഇപ്പം ഈ പ്രേമത്തിൻ്റെ പുറകെ പിള്ളേർ പോകുന്നത്. കാരണം, അല്ലേ, സിമ്പിളായിട്ട് ഓർത്ത് നോക്കിയാൽ മതി. വയറ് നിറച്ച് ബിരിയാണി ഒരു വീട്ടിൽ നിന്ന് കഴിച്ചാൽ പുറത്ത് പോയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാൻ പോവോ? ഉദാഹരണങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ. കർത്താവ് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. ബിരിയാണി കഴിക്കേണ്ട കുടുംബത്തിൽ നിന്ന് ബിരിയാണി വേണ്ട പോലെ കഴിച്ചാൽ പുറത്തു പോയി വിഷമുള്ള മന്തിയൊക്കെ കഴിക്കാൻ പോകത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കിട്ടേണ്ട സ്നേഹം ഒരു കുഞ്ഞിന്, അതാണായാലും പെണ്ണായാലും, കിട്ടേണ്ട പ്രായത്തിൽ കിട്ടിയാലേ വഴി തെറ്റാതിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് വെറുതെ പറഞ്ഞു കൊടുക്കുകയല്ല, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ എറണാകുളത്ത് ഇപ്പം ഞാൻ തന്നെ മുൻകൈ എടുത്ത് കെട്ടിച്ചു വിട്ട ഒരു കുടുംബമാണ്, അല്ലേ, 34-35 വയസ്സിൽ. അപ്പോൾ ആ അപ്പനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. 3 പിള്ളേരുണ്ട്, ആണുങ്ങളാണ്. ഈ പിള്ളേർ, നമുക്കറിയാം, ഈ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെയൊക്കെ സ്വഭാവം എന്താ? അടി, ബഹളം, അല്ലേ? പറയാത്തൊന്നും കാണിയല്ല. പക്ഷെ ആ കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ അപ്പൻ ആ കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് ചെന്നിട്ട് എല്ലാം സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്ത് ഒരു കൂട്ടുകാരനെ പോലെ ജീവിക്കുക. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? അപ്പം എന്തിയേ അവിടെ ആ കൊച്ചിനെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ രീതിയിൽ അവൻ എന്താണോ ഇഷ്ടങ്ങൾ അതൊക്കെ നല്ലതും തിന്മയൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ വളർത്തുമ്പോൾ ആ അപ്പൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് മാറുക. ഇല്ലേ? കൂടെ നടന്ന യൂദാസിനെ പോലും നീ എന്നെ ഒറ്റക്കൊടുക്കുമെന്ന് പറഞ്ഞോ? അവസാനമല്ലാതെ പറഞ്ഞോ? അപ്പം അതുപോലെ ആ ഒരു വ്യക്തിയെ പോലും മനസ്സിലാക്കിക്കൊണ്ട് കൂടെ കൊണ്ടു നടന്ന് തെറ്റും തെരിയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അവനെ വളർത്തുമ്പോൾ, അങ്ങനെ വളർത്തുന്ന മാതാപിതാക്കന്മാരാണ് യഥാർത്ഥ തിരുക്കുടുംബത്തിൻ്റെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ അമ്മമാരൊക്കെ സത്യം പറഞ്ഞാൽ എത്രയോ പിള്ളേരാണ് എനിക്കെൻ്റെ അപ്പനെ വേണ്ട അമ്മയെ വേണ്ട എന്ന് പറയുന്നതിന് കാരണം. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് ചത്തുപോയാൽ മതിയായിരുന്നു, ഈ തള്ളയൊന്ന് ചത്താൽ മതിയായിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും കേട്ടോ. അതായത് നമ്മുടെ ദേഷ്യമെല്ലാം, കെട്ടിയാനുള്ള ദേഷ്യമെല്ലാം തീർക്കുന്ന ആരുടെ മുമ്പില? മക്കളുടെ മുമ്പിൽ, മക്കളിലേക്ക്, അല്ലേ? ഇതാണ് സംഭവിക്കുന്നത്, ഓരോ സമയത്ത് സംഭവിക്കുന്നത് ഇതാ. ഈ മുറിവെല്ലാം കൂടിയാണ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പം കാണുന്നില്ലേ, അപ്പനെയും അമ്മയും കൊല്ലാൻ പോലും മക്കൾക്ക് ഭയമില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ദേഷ്യവും വെറുപ്പുമെല്ലാം കൂടെ പുറത്തേക്ക് എടുക്കുന്നതാണ് ഇത്. എന്തിനേറെ നമ്മുടെയൊക്കെ ജീവൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, അല്ലേ? നമുക്ക് ലഭിക്കേണ്ടതായ ചില അംഗീകാരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, അത് ലഭിച്ചവരെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും, അല്ലേ? നല്ലൊരു പ്രൊമോഷൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ പ്രൊമോഷൻ കിട്ടിയില്ല. അതിനേക്കാൾ ജൂനിയറായ ഒരാൾക്ക് കിട്ടിയാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും? ഉള്ളിൻ്റെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടാകും, വെറുപ്പുണ്ടാകും. എങ്ങനെയും തകർക്കാൻ നമ്മൾ നോക്കും. ഇതാ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മുറിവ്. അപ്പോൾ ഈ മുറിവ് നമ്മൾ കണ്ടുപിടിച്ച്
അതിൽ നിന്ന് പരിപൂർണമായ ഒരു സൗഖ്യത്തിനായിട്ട് നമ്മൾ നോക്കണം. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ളതാണ് ഈ സ്നേഹം, മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം. അതൊന്ന് ഓർത്ത്, സിമ്പിളായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അതൊരു ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഒരച്ഛനാണെങ്കിലും ഒരു സിസ്റ്ററിനാണെങ്കിലും ഈ കിട്ടേണ്ട സ്നേഹവും അംഗീകാരം കിട്ടിക്കഴിയുമ്പോൾ എല്ലാം നല്ലതാണ്. ഇല്ലെങ്കിലോ പ്രശ്നമാണ്, അല്ലേ? ഒരു ഭർത്താവിന് കിട്ടേണ്ട അംഗീകാരവും കരുതലൊക്കെ ഒരു ഭാര്യയിൽ നിന്ന് കിട്ടിയാൽ ഭർത്താവ് തീർച്ചയായിട്ടും ഭാര്യയുടെ ഒപ്പമായിരിക്കും. ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട അംഗീകാരവും സ്നേഹവും ഒക്കെ ഭർത്താവിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അവർ ഒരുമയോടെ ലയത്തോടെ ജീവിക്കും. എന്നാൽ ഇതില്ലെങ്കിലോ പ്രശ്നം ഗുരുതരം. ഹല്ലേലൂയ. ശരിയല്ലേ? മൗനം വിദ്വാന ഭൂഷണം. ഇതിൻ്റെ കുറവാണ് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇനി അടുത്തതൊന്നാണ് വെറുപ്പ്. ഏറ്റവും വലിയ പ്രശ്നമാണത്. വെറുപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയാൽ, പ്രഭാഷകൻ 28:1-7 എടുത്തോളൂ, അല്ലേ? അതായത് ഒരു മരത്തിൽ ഇത്തിക്കണ്ണി കയറി പിടിച്ചാൽ എന്ത് സംഭവിക്കും? ആ മരത്തെ അത് തീർത്തിക്കളയും, അല്ലേ? ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പ് കയറിയാൽ അത് ആ വ്യക്തിയെ ശരിക്കും നശിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ ശക്തമായിട്ട് നമ്മൾ കാണുന്നതാണ്. വെറുപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തി നടക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കിക്കോളുക. ഒക്കെ ഒന്ന് വായിക്കാം. തെറ്റുകൾ ക്ഷമിക്കുക. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യന് വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. യെസ്, മനസ്സിലായോ? നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിന് ഒരു പ്രോസസ്സാണിത്, അല്ലേ? പിന്നെ ഭയമുണ്ട്, അല്ലേ? ഭയങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഓർക്കണം, അല്ലേ? ദുഃഖങ്ങൾ. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഒന്ന് പറയാനായിട്ട് ഓർക്കുക. ദുഃഖം. ഈ കാലഘട്ടത്തിൽ ആൾക്കാരൊക്കെ ഒത്തിരി മരിച്ചു പോകുന്നുണ്ട് പെട്ടെന്ന്, അല്ലേ? ദുഃഖിച്ചിരുന്ന് ഡിപ്രഷനും പിടിച്ചിരിക്കുന്ന ഒത്തിരി പിള്ളേർ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അപ്പ മരിച്ചതായിരിക്കാം, അമ്മ മരിച്ചതായിരിക്കാം, ഭർത്താവ് മരിച്ചതായിരിക്കാം, ഭാര്യ മരിച്ചതായിരിക്കാം, ഇല്ലേ? അതിനെപ്പറ്റി പറയുന്ന ആ ഭാഗം കൂടെ ഒന്നെടുത്ത്, ഇല്ലേ? പ്രഭാഷകൻ 38:16-23. മരിച്ചവനെ ഓർത്ത് കരയുക, കഠിന വേദന കൊണ്ട് എന്നെ പോലെ വിലപിക്കുക. അവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക, അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യതയ്ക്ക് അനുസൃതം 1-2 ദിവസം ദുഃഖം ആചരിക്കുക, പിന്നെ ആശ്വസിക്കുക. അപ്പോൾ എത്ര ദിവസം കരയണമെന്നാണ് പറഞ്ഞേ? ജീവിതകാലം മുഴുവനാണോ? ആണോ? അല്ല, 1-2 ദിവസം, കൂടി വന്നാൽ ഒരാഴ്ച. കരഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മരിക്കാനുള്ളവൻ മരിച്ചു, അല്ലേ? എന്താണ് മരണം? നമ്മൾ പാടാറില്ലേ? മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നാം അലസത കൂടാതെ. അതായത് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്, മക്കൾ വിശുദ്ധ ജീവൻ നയിച്ചിട്ട് നേരത്തെ തന്നെ മരിച്ചവരെ ഓർത്ത് അമ്മമാരും അപ്പന്മാരൊക്കെ സന്തോഷിക്കുന്നത്. ചില അപ്പച്ചന്മാരൊക്കെ പറഞ്ഞു, അവളെ എടുത്തുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, കാരണം അവൾ ചിലപ്പം ഈ തിന്മയുടെ ലോകത്തിൽ ഇനിയും മുന്നോട്ട് പോയ ചിലപ്പം പാപത്തിൽ വീഴാൻ ഇടയുണ്ട്. അതിനു മുമ്പേ കർത്താവ്, ഇല്ലേ, എടുത്തു. ആ ചിന്ത നമുക്കുണ്ടാകണം. അതിന് എന്താ ചെയ്യേണ്ടത്? ഈ സന്തോഷത്തോടെ പറഞ്ഞു വിടണമെങ്കിൽ ജീവിതം എങ്ങനെയായിരിക്കണം? നല്ലതായിരിക്കണം. മനസ്സിലായോ? നല്ലതായിരിക്കണം. അതുകൊണ്ട് ആര് മരിച്ചാലും വചനം നമ്മളോട് പറയുന്നതനുസരിച്ച് 2-3 ദിവസം മാത്രം കരയുക, വിലപിക്കുക. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആത്മാവിന് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുക. അത് നിർബന്ധമാണ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൂടുതൽ വിശുദ്ധിയിൽ ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഒറ്റ ഒരു കാര്യം മാത്രം, വേറെ ഒന്നുമല്ല. ഇത് കണ്ടുപിടിക്കുക, എൻ്റെ ഈ അവസ്ഥയുടെ കാരണം എന്താണ്, എന്ന് മുതലാണ് ഈ ദുശീലം എന്നിലേക്ക് വന്നത്, ആരിലൂടെയാണ് വന്നത്, ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു പേപ്പർ എഴുതി അവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വരും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് അല്ലേ, നമുക്കറിയാം ഈ ചിന്തയിൽ അല്ലേ, അബോധ മനസ്സ്, ബോധ മനസ്സ്, ഉബോധ മനസ്സ്, ഇവിടെ എല്ലാം ഉണ്ട്. എന്തെങ്കിലും പോവോ? ഒരിക്കലും പോകത്തില്ല കേട്ടോ. നമ്മൾ എന്തേരം മറക്കാൻ ശ്രമിച്ചാലും അത് മറക്കത്തില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കുക, വേണ്ടാത്തതൊക്കെ ഡിലീറ്റാക്കി കളയുക. കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്തൊക്കെ ഡിലീറ്റ് ആക്കുന്നത് പോലെ തിരുരക്തം കൊണ്ട് കഴുകി നമ്മൾ ഡിലീറ്റാക്കി കഴിയുമ്പോൾ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ വെണ്മയുള്ളതാകും. അപ്പോഴാണ് കർത്താവിനെ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, കർത്താവിനെ പോലെ ചിന്തിക്കാൻ പറ്റുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആദ്യം വരുന്ന ആരെയായിരിക്കും? അവനത് ചെയ്തില്ല. കാരണം നമ്മൾ മറന്നെന്ന് പറഞ്ഞാലും മറക്കുമോ? ഇല്ല. അവൻ എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ, എന്നാലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല. കാരണം എന്താ? അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് ഇത് മുഴുവനും എൻ്റെ ചിന്തയിലേക്ക് വരിക. എനിക്ക് അതുകൊണ്ട് ഈശോയെ അനുഭവിച്ചറിയാനായിട്ടോ ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ടോ എനിക്ക് സാധിക്കുന്നില്ല. ഇനി 2 കണ്ണ് അല്ലേ, കണ്ടത് മുഴുവനുണ്ട്, കേട്ടത് മുഴുവനുണ്ട്, സംസാരിച്ചത് മുഴുവനുമുണ്ട്, സ്പർശനങ്ങൾ നല്ലതും മോശവുമായ സ്പർശനങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്നിലേക്ക് വന്നാൽ എനിക്ക് ആരെ കാണാൻ പറ്റിയല്ല? ഈശോയെ കാണാൻ പറ്റിയല്ല, അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും വരുന്നതാ, പക്ഷേ ഇതുവരെ നമുക്ക് ഈ സൗഖ്യം കിട്ടിട്ടില്ല, ഈ വിടുതൽ നമുക്ക് കിട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതിനു വേണ്ടി മണിക്കൂറുകളിരിക്കണം. നമ്മൾ ഡോക്ടർമാർ പറയല്ലേ, 15 ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഈ ഗുളിക കഴിച്ചാൽ ഈ പനി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ നിമിഷവും ഈശോയുടെ അടുത്ത് പോയിരുന്നുകൊണ്ട് ഈശോയോട് പറയണേ, ഈശോയെ ഇന്ന് വരെ ഞാൻ ചിന്തിച്ച് കൂട്ടിയ സകലതും, എൻ്റെ ചിന്തയിലേക്ക് വന്നിരിക്കുന്ന അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തൊട്ട് ഇന്ന് വരെ ഞാൻ ചിന്തിച്ച് കൂട്ടിയ സകലതും അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ, അവരോട് ക്ഷമിക്കണമേ, എന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കണമേ, അവരെ അനുഗ്രഹിച്ച് അങ്ങ് പ്രാർത്ഥിച്ച് ഞാൻ കണ്ടത്, ഞാൻ കേട്ടത്, ഇതുപോലെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വന്നത് സകലതും ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നിശബ്ദമായിട്ട് നമുക്ക് അവൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. ഈശോയെ കണ്ടെന്നൊക്കെ പറയുന്നവർ ഇതുപോലെയുള്ളവരാ, ശുദ്ധീകരിച്ചവരാ, ക്ഷമിച്ചവരാ, ശത്രുക്കളെ അനുഗ്രഹിച്ചവരാ. അങ്ങനെയുള്ള ഒരു കുറപ്പിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റിരിക്കാം, ഒന്ന് കണ്ണടയ്ക്കാം. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒന്ന് കണ്ണടയ്ക്കാം. ഈ ആരാധനയിൽ നമുക്ക് ഒരു വിടുതൽ കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അപ്പച്ചനെയോ അമ്മച്ചിയോ ഓർക്കാം. അവരുടെ അവസ്ഥയിലേക്ക് അതൊക്കെ ഒന്ന് ഈ ആരാധനയിൽ നിന്ന് ഓർത്തെടുക്കണം. എവിടെയെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ, ക്ഷമിക്കാനുണ്ടെങ്കിൽ, പൊറുക്കാനുണ്ടെങ്കിൽ എല്ലാം ഒന്ന് പൊറുത്ത് ഒരു അനുഗ്രഹമാക്കി മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോകാം.